ആന്റണി അവർകൾ അന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ആയ അദ്ദേഹം കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള പരിഗണന കൊടുത്തില്ല എന്നുള്ളൊരു പരാതി ഉയർന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ടും പടച്ചോനാണെങ്കിലും പറഞ്ഞിട്ട് വരണം എന്നുള്ള ആ വാക്ക് അന്വർത്ഥമാക്കിയ ഏക വ്യക്തിത്വം യേശുക്രിസ്തു മാത്രമാണ്. തന്നെക്കുറിച്ച് 300-ലധികം കൃത്യമായ പ്രമാണങ്ങൾ BC 1500 മുതൽ ഇന്ന് വരെ എന്നുവെച്ചാൽ AD ആ കാലഘട്ടം വരെ BC 450 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ അനന്തരമാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതനോടായിട്ട് യേശു ഇപ്രകാരം പറയാനായിട്ടിടയായി തീർന്നു: ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു, പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറയുന്നത് അവർ അറിയുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു അടുത്തുവെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. മൂന്നാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വചനങ്ങളിൽ പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇവിടെ 3 കാര്യങ്ങളാണ് യേശു പറഞ്ഞത്. ഒന്ന്, കേട്ട പബ്ലിക്കിനോടും എൻ്റെ ഡിസൈപ്പിൾസിനോടും ചോദിക്കുക. 2, ഡിസൈപ്പിൾസിനെ ഞാൻ ഈ കാര്യം പഠിപ്പിക്കാനായിട്ട് ലോകത്തേക്ക് അയക്കുകയാണ്. 3, പഴയ നിയമത്തിൽ ന്യായപ്രമാണ പുസ്തകം, സങ്കീർത്തന പുസ്തകം, പ്രവാചക പുസ്തകങ്ങൾ, ഈ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ, എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ കർത്താവായ യേശു ഭൂമിയിൽ നിന്ന് പോയാലും അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്ന് ഈ കാര്യങ്ങളെ ശിഷ്യന്മാരിലൂടെ അവരെ ഓർമ്മിപ്പിക്കാനുള്ള സംവിധാനവും ആ കാര്യങ്ങൾ വ്യക്തമായി അവരോർത്ത് രേഖപ്പെടുത്തുന്നതും ബൈബിളിൽ നമുക്ക് സുവിശേഷങ്ങളിലൂടെ അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-16 അവർക്ക് ഓർമ്മ വന്നു. ലൂക്കോസ് 24-32 തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. യോഹന്നാൻ 5-45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ മോശ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു പറയുകയാണ്. യോഹന്നാൻ 2-22 അവനിത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു. അപ്പൊ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. നോക്കുക, ബൈബിളിൽ ദൈവത്തിന് ഒരു ഡെഫിനിഷൻ, ഒറ്റവാചകത്തിൽ ഒരു ഡെഫിനിഷൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ എൻ്റെ സുഹൃത്തുക്കളെ, ബൈബിളിൽ അനേക ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒറ്റവാക്യത്തിൽ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: ഞാനാകുന്നവൻ ഞാനാകുന്നു, യഹേ അഷർ യഹേ. അത് ഗ്രീക്കിലെ ഈഗോയേമി, മലയാളത്തില് നമ്മൾ ഞാനാകുന്നവൻ ഞാനാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് താത്വികമായിട്ടുള്ള വലിയൊരു സത്യമാണ് ആ ഒറ്റ വാചകത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിന്റെ നിർവചനത്തെക്കുറിച്ച് പറയാനായിട്ട് തൽക്കാലം ഞാൻ ഉദ്യമിക്കുന്നില്ല. പക്ഷെ അത് ഒരു താത്വികമായി എല്ലാ നിലയിലും ഐ ആം പ്രസന്റ് എന്ന് പറയുവാൻ കഴിയുന്ന ഏക വ്യക്തിവിശേഷം ദൈവം മാത്രമാണ്. കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഭൂമിയിലുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ സ്വർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്
പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും? അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ പറയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഒരു മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഓക്കെ, നോക്കുക, ബൈബിളുടനീളം നമ്മൾ പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട പേരുകളാണ് ദൈവത്തെ സംബന്ധിച്ച് ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഏറ്റവും ആദ്യം വെളിപ്പെടുത്തിയിരിക്കുന്ന ഏലോഹിം എന്നുള്ള പദമാണ്. അതാണ് നമ്മൾ ഗോഡ്, ദൈവം എന്ന് കാണുന്നത്. അത് നമ്മൾ 2600 പ്രാവശ്യത്തോളം ബൈബിളിൽ കാണുന്നുണ്ട്. ഖുർആനെ സംബന്ധിച്ചും ആദ്യം വെളിപ്പെടുത്തിയ നാമം ഞാൻ മനസ്സിലാക്കുന്നത് റബ്ബ് എന്നുള്ള പദമാണ്. ആദ്യത്തെ ഇഖ്ര വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാഥന്റെ നാമത്തിൽ വായിക്കുക, അത് 2 പ്രാവശ്യം പറഞ്ഞ് ഈ ആദ്യത്തെ 5 ആയത്തുകളാണല്ലോ ആദ്യമായിട്ട് ഇറങ്ങിയത്. അതിൽ റബ്ബ് എന്നുള്ള പദമാണ് ആദ്യം ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ബൈബിളിലെ 2ാമത്തെ പദം യഹോവ, ജഹോവ എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന 2ാമത്തെ പദം 6828 പ്രാവശ്യം കാണുന്ന ആ പദം. 3 അഡോണായി, ലോഡ് എന്നുള്ള പദം. 4 ഞാനാകുന്നു, യഹ്യ ഷർ യഹ്യേ. ഈ 4 പേരുകളാണ് ബൈബിളിലുടനീളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 പേരുകളും കർത്താവായ യേശു അവകാശപ്പെട്ടു. ഈ 4 പേരുകളും യേശുവിനുണ്ട് എന്നുള്ളതാണ് തുടർന്നുള്ള എൻ്റെ അവതരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോക്കുക, ഒന്നാമത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ ഏത് കാര്യവും അവരുടെ ശിഷ്യന്മാരെ എഴുതി വെച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി ആണെങ്കിൽ പോലും തൻ്റെ സഹാബത്ത് അവരെ എഴുതി വെച്ച കാര്യങ്ങളാണ് നമുക്ക് രേഖയായി കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്താണ് വിളിച്ചത്, യേശുവിൻ്റെ ശിഷ്യന്മാർ എന്താണ് യേശുവിനെ അഭിസംബോധന ചെയ്തതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 14-ാം വാക്യം 19-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിന്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമെടുത്തു എന്ന് നമ്മൾ വായിക്കുകയാണ്. അതിന്റെ 19-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണുകയാണ്. അതുകൊണ്ട് യേശുവിനെ ഇവിടെ വചനം ദൈവമായിരുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി തോമസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 18-ാം വാക്യം. തന്റെ ശിഷ്യനായ തോമസ് പറയാണ്, എന്റെ ദൈവവും എന്റെ കർത്താവും ആയുള്ളവേ. അപ്പോ നോക്കുക, ഇനി മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. അവിടെ പറയാണ്, അവൻ സത്യദൈവം എന്ന് യേശുവിനെ കുറിച്ച് യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. അവിടെ പൗലോസ് പറയുകയാണ്, സർവത്തിനും മീതെ ദൈവം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, സർവത്തിനും മീതെ ദൈവം. 5 പൗലോസ് തന്നെ പറയുന്നു, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. ഒരു കാര്യം മനസ്സിലാക്കണം, യേശു പറഞ്ഞു സങ്കീർത്തന പുസ്തകങ്ങളിലൊക്കെ എന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ആദിയിൽ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞത് ആ പദം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ഏലോഹിം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദിയിൽ അതേ കാര്യം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. എന്റെ ദൈവം എന്റെ കർത്താവേ എന്നുള്ള സംബോധന സങ്കീർത്തനം 18-ന്റെ 2-ലും 68-ന്റെ 24-ലും 140-ന്റെ 6-ലും യെശയ്യാവ് 12-ന്റെ 2-ലും എന്റെ ദൈവം എന്റെ കർത്താവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും യിരെമ്യാവ് 10-ന്റെ 10-ലും യോഹന്നാൻ 17-ന്റെ 5-ലും യഹോവയായ ദൈവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് സങ്കീർത്തനം 83-ന്റെ 18-ൽ സർവഭൂമിക്കും മീതെ അത്യുന്നതനാണ് യഹോവ എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ റോമാലേഖനത്തിൽ സർവത്തിനും മീതെ ദൈവം എന്ന് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ സർവശക്തനായ ദൈവം യെശയ്യാവ് 11-ന്റെ 7-ന്റെ 8-ലും 7-8 വാക്യങ്ങളിലും ഈ കാര്യം സർവശക്തനായ ദൈവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യേശുവിനെ സംബന്ധിച്ച് യോഹന്നാൻ അത് രേഖപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 22-ലും 19-ന്റെ 6-ലും 1-ന്റെ 8-ലും സർവശക്തനായ
കർത്താവും കുഞ്ഞാടും എന്ന് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നോക്കുക, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനെ ദൈവമെന്ന്, ഏലോഹിമെന്ന്, ഗോഡ് എന്ന് വ്യക്തമായി, തിയോസ് എന്ന് ഗ്രീക്കിൽ തിയോസ് ഇത് വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ട്, ഇനി ജനങ്ങൾ എന്താണ് പറഞ്ഞത് നോക്കുക. അന്നത്തെ കാലത്ത് ജനങ്ങൾ എന്ത് പറഞ്ഞു നോക്കുക. എന്റെ പിതാവ്, യേശുവിന്റെ ശിഷ്യന്മാർ എന്ത് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇത് രണ്ടാമത്തെ കാര്യം, ജനങ്ങൾ, ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്ത് പറയുന്നു. യോഹന്നാൻ 5:17-18 വാക്യങ്ങളിൽ യേശു അവനോട് എന്റെ പിതാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കി, അതൊരു കാര്യം. രണ്ട്, അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ശബത്തിനെ ലംഘിക്കുക. എന്താണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് നോക്കുക. ആ കാര്യത്തെക്കുറിച്ച് അതിന്റെ മത്തായി സുവിശേഷം 12-ാം അധ്യായം 6-8 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസ് 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളും കാണുക. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ യേശു പറയാണ്, എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റമിരിക്കുകയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. നമ്മളിത് വളരെ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അത് യഹോവയുടെ ശബത്താകുന്നു. പുറപ്പാട് 20:10 നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. നോക്കുക, ശബത്തിന്റെ ദൈവം, ശബത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് യഹോവയെ സംബന്ധിച്ച് പറയുകയാണ്. ഇവിടെ യേശു പറഞ്ഞ കാര്യം മനുഷ്യപുത്രൻ ശബത്തിന്റെ കർത്താവാണ്. അപ്പൊ നോക്കുക, രണ്ട് കാര്യങ്ങളാണ് അവിടുത്തെ ജനത്തിന് മനസ്സിലായത്. ഒന്ന്, യേശു ശബത്തിനെ ലംഘിക്കുന്നു. യേശു അവകാശപ്പെടുകയാണ്, ഞാൻ യാഗത്തിലല്ല കരുണയിലത്ര പ്രസാദിക്കുന്നത്. ഞാൻ എന്നുള്ള പദപ്രയോഗം ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, യേശു പറയുകയാണ് മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകും. അപ്പോ ആ കാലഘട്ടത്തിലെ ജനം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നോക്കുക. ഒരു കാര്യം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിലെ പോലെ തന്നെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ബൈബിളിന്റെ പല ഭാഗങ്ങളിൽ ആ കാര്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കതിന്റെ വ്യക്തമായ ചിത്രം ലഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. തത്തുല്യമായ ഒരു പഠനം ബൈബിളിനെ സംബന്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നോക്കുക, വീണ്ടും യോഹന്നാൻ 19:7 യഹൂദന്മാർ അവനോട് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പൊ യഹൂദന്മാര് അവനോട് പറയുകയാണ്, നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദോഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. ശ്രദ്ധിക്കുക, അന്നത്തെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ ആ ജനങ്ങൾ പറയുകയാണ്, നീ തന്നെത്താൻ ദൈവത്തോട് സമനാക്കി, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ദൈവത്തോട് സമമാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞ ആ വാക്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ വാക്യങ്ങളോട് ചേർന്ന് തന്നെ 5-ാം അധ്യായം നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് വായിക്കണം. അവിടെ അദ്ദേഹം പറഞ്ഞ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പല ആളുകൾക്കും സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് യേശുവിന്റെ മനുഷ്യത്വം വ്യക്തമാക്കുക എന്നുള്ളത്. യേശുക്രിസ്തു മനുഷ്യനല്ല എന്ന് വാദിക്കുന്ന ചില ആളുകൾ 1-ാം നൂറ്റാണ്ട് മുതൽ 2-ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ളത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത് ഞങ്ങളും ബൈബിളിൽ നിന്ന് സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. കാരണം യേശു 100% മനുഷ്യനായിരുന്നു എന്നുള്ളതും ബൈബിൾ പറയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആസ്പെക്ട് അല്ല അദ്ദേഹം എടുത്ത് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ചേർത്തൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണത്? അദ്ദേഹം പറഞ്ഞ എല്ലാ ഞാൻ വാക്യം കോട്ട് ചെയ്യുന്നില്ല, ചിന്തിക്കുക. 19-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ചെയ്യുന്നതല്ല, പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. യേശുവിന്റെ അവകാശവാദം ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. അച്ഛൻ ചെയ്യുന്ന പോലെയല്ല ഞാൻ
സജീവ് അവർ ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കമ്പാരിസൺ ഒരു മാനസിക തലത്തിൽ അതിനൊരു രസമുണ്ട്. ഞാൻ പറയാണ് ഞാനും ദൈവവും ഒരേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ കല്ലെടുത്തറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിതാവ് ചെയ്യുന്നത് അവണ്ണം തന്നെ പുത്രൻ ചെയ്യുന്നു. അപ്പൊ പിതാവ് എന്താണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രൻ താനിച്ഛിക്കുന്നവരെ, ശ്രദ്ധിക്കണം പദപ്രയോഗം, താനിച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് ഒരാളെ ജീവിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പുത്രൻ പറയാണ് ഞാൻ ഇച്ഛിക്കുന്ന ഒരാളെ ഞാൻ ജീവിപ്പിക്കും. ഓക്കെ, ഇനി 22-ാം വാക്യത്തിൽ പറയാണ് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. നോക്കുക, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിക്കണം. അപ്പൊ പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്ന പോലെ ഒരു മനുഷ്യനായ എന്നെ ബഹുമാനിക്കണം എന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ടാൽ നിങ്ങൾ എന്ത് പറയും? നോക്കുക, ഇനി പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനുമാകുമാറ് വരം നൽകിയിരിക്കുന്നു. വരം നൽകി എന്നൊക്കെയുള്ള പദം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പിതാവിന് തന്നിൽ എങ്ങനെയാണോ ജീവനുള്ളത് അതേ ദാസ് തന്നെയാണ്, അതേ തന്മയത്വം തന്നെയാണ്, അതേ സെൻസ് തന്നെയാണ് യേശുവിന്റെ അവകാശവാദം. നോക്കുക, ഇനി യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി എന്താണ്? യേശുക്രിസ്തു എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 10-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു പറഞ്ഞപ്പോൾ അവിടെ യേശുക്രിസ്തു അവകാശപ്പെട്ട അവകാശവാദം സാധാരണ ജനങ്ങൾ അവൻ ദൈവത്തോട് തുല്യനാക്കി എന്ന് മനസ്സിലാക്കി. ഉടനെ തന്നെ യേശു അവിടെ ഉത്തരം പറയുന്നുണ്ട്. യേശു തുടർന്ന് പറയുകയാണ്, നോക്കുക, 82-ാം സങ്കീർത്തനത്തിലെ ഒരു ഉദ്ധരണി കൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരെ നിങ്ങൾ ദേവന്മാർ എന്ന് വിളിച്ചുവെങ്കിൽ പിതാവ് വേർതിരിച്ച് ഭൂമിയിൽ അയച്ചവനെ, ശ്രദ്ധിക്കുക, പിതാവ് വേർതിരിച്ച് ഭൂമിയിൽ അയച്ചവനെ, അപ്പൊ പിതാവ് വേർതിരിച്ച് ഭൂമിയിൽ അയച്ചവനെ ഞാൻ ദൈവപുത്രനാണെന്നോ ഞാൻ ദൈവമാണെന്നോ അവകാശപ്പെടുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ചോദ്യം അതല്ലേ? ഒന്ന് ശരിക്കും അവിടെ ചിന്തിച്ചു നോക്കുക. എന്ന് മാത്രമല്ല ഉടനെ യേശു അടുത്ത വാക്ക് പറയാണ്, പിതാവിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. അപ്പൊ അവിടെ പറയുന്ന പ്രത്യേകമായ കാര്യം ഞാൻ പിതാവ് ഒന്നാകുന്നു എന്ന് മാത്രമല്ല ഞാൻ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള അവകാശവാദം യേശു ഉന്നയിക്കുകയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവ് ചെയ്യുന്നതെല്ലാം ഔവണ്ണം തന്നെ പുത്രൻ ചെയ്യുന്നു. നോക്കുക, പിതാവിന്റെ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് ഞാൻ 3 കാര്യങ്ങൾ മാത്രം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, പിതാവ് ആരാധന സ്വീകരിക്കുന്നു. പിതാവ് ആരാധന എങ്ങനെയാണ് സ്വീകരിച്ചത് അവണ്ണം തന്നെയാണ് പുത്രനും പുതിയ നിയമത്തിൽ ആരാധന സ്വീകരിച്ചിരിക്കുന്നത്. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം നമ്മൾ കാണും. വായിക്കുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ നമസ്കരിക്കാൻ വന്ന വിദ്വാൻമാർ അവനെ അവിടെ പ്രത്യേകിച്ച് പറയാണ് അവനെ നമസ്കരിച്ചു, യേശുവിനെ നമസ്കരിച്ചു. ആ നമസ്കരിച്ചു എന്നുള്ള പ്രോക്യൂനിയോ എന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് അവിടെ യേശു ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദം പ്രോക്യൂനിയോ എന്ന പദം തന്നെയാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉടനീളം കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ അതിനെ സംബന്ധിച്ച് കാണിക്കാനുണ്ട്. യേശുക്രിസ്തുവിനെ ആരാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിവ് ഞാൻ പറയട്ടെ. ഇദ്ദേഹം പറയാനായിട്ട് ഇടയായിത്തീർന്നു അത്ഭുത പ്രവർത്തനങ്ങൾ. യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾ ഒരിക്കലും യേശുവിനെ ദൈവമാക്കുന്നില്ല. യേശുക്രിസ്തുവിനേക്കാളും വലിയ അത്ഭുതമൊക്കെ ഒരർത്ഥത്തിൽ മോശം ചെയ്തിട്ടുണ്ട്. മോശ 20 ലക്ഷം ജനങ്ങളെയാണ്, ഏറ്റവും ചുരുങ്ങിയത് 20 ലക്ഷം ജനങ്ങളെയാണ് ആ മരുഭൂമിയിലൂടെ നടത്തിയത്. അന്ന് അവർക്ക് ഭക്ഷണം ധാരാളം കൊടുത്തു, ഇത്രയും പേർക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തു. അത് ദൈവത്തിന്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് യേശുവിന്റെ അത്ഭുതങ്ങളല്ല യേശുവിനെ ദൈവമാക്കുന്നത്. എന്നാൽ ഈ ഒരു അത്ഭുതത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അവിടെ
ഇവർ കടലിൽ യാത്ര ചെയ്യുന്ന രംഗമാണ്. ആ കടലിൽ യാത്ര ചെയ്യുമ്പോൾ, കടലിൽ യാത്ര ചെയ്യുന്നതോടനുബന്ധിച്ച് ആ കാറ്റ് വന്നപ്പോൾ, ആ വഞ്ചി മുങ്ങിപ്പോകാനായിട്ട് ഇടയായിട്ടിരുന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം യേശു പറയുന്നുണ്ട്. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ കൈപിടിച്ച് നടത്തുകയാണ്. അവിടെ യേശു ചെയ്ത അത്ഭുതം, കടലിന്മീതെ കൂടി നടക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി. എന്റെ പ്രിയപ്പെട്ടവരെ, കടലിന്മീതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം ചെയ്ത ഏത് പ്രവാചകനാണുള്ളത്? കടലിന്മീതെ നടന്നു വരുന്ന യേശു. കടലിന്മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് ഭൂതമാണോ എന്നൊരു സംശയിച്ച് കൂടാറുള്ള ശിഷ്യന്മാർ സംശയിക്കാനായിട്ടായിരുന്നു. പക്ഷേ ആ അത്ഭുതം നിലനിച്ചുകൊണ്ടത് യേശുവിന്റെ അവകാശവാദത്തിലേക്കാണ്. അവിടെ യേശു പറയുകയാണ്, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി പത്രോസിനെ പിടിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യേശു ക്രിസ്തു ദൈവമായിരിക്കുന്നത് അത്ഭുതങ്ങൾ കൊണ്ടല്ല, ഞങ്ങളങ്ങനെ സമർത്ഥിക്കാറില്ല. എന്നാൽ ഈ ഒരു കാര്യം അവന്റെ അവകാശവാദം, ഞാനാകുന്നു എന്നുള്ള അവകാശവാദം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഓക്കെ, നോക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ച്, യേശുവിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആരാധന. 2, പാപമോചനം. നോക്കുക, പാപമോചനം കൊടുക്കുവാനായിട്ട് ആർക്ക് കഴിയും? മർക്കോസ് 2 അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഏതാണ് എളുപ്പമുള്ള കാര്യം? പക്ഷപാതക്കാരുടെ മുകളിൽ ഇതെല്ലാം തട്ട് പൊളിച്ച് താഴത്തേക്ക് ഇറക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഒരു വിചാരം മനസ്സിലാക്കിക്കൊണ്ട്, ഉള്ളിലുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ അവിടെ ഒരു കാര്യം പറയുന്നത്. എന്താണ് പറയുന്നത്? അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏതാണ് എളുപ്പം? ചെയ്യാൻ എളുപ്പമുള്ള കാര്യം എന്താണ്? നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നതെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരാളെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളതാണ് ദുഷ്കരമായ കാര്യം. ആദ്യം യേശു ചെയ്തത്, ഞാൻ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, ഞാൻ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രവാചകനാണ് അങ്ങനെ ഒരു വാചകം പറയാനായിട്ട് അവകാശമുള്ളത്? തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പാപം മോചിക്കാൻ ദൈവം ശിഷ്യന്മാർക്ക് തീർച്ചയായിട്ടും അധികാരം നൽകിയിട്ടുണ്ട്. തത്തുല്യമായിട്ടുള്ള പാപമോചനം, നീ പാപം മോചിക്കാനായിട്ട് മുഹമ്മദ് നബിക്കും ഇത് കൊടുത്തിരിക്കുന്നത് ഖുർആനിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നോക്കുക, ഞാൻ നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് ദൈവത്തിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനെ തെളിയിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു സമയക്കുറവ് കൊണ്ട് മുന്നോട്ട് പോട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൃഷ്ടികർമ്മം നടത്താനായിട്ട് ഏത് പ്രവാചകനാണ് സാധിക്കുന്നത്? ഒരു പ്രവാചകനും സൃഷ്ടികർമ്മത്തിൽ ഒരു പങ്കാളിത്തമില്ല. സൃഷ്ടികർമ്മം ചെയ്യുന്നവൻ പടച്ചവനാണ്, പടച്ചവൻ മാത്രമാണ് ചെയ്യുന്നത്. നോക്കുക, വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ യേശുവിനെ ആരാധന കഴിക്കുന്ന കാണാനായിട്ട് സാധിക്കും. പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന കാണാൻ സാധിക്കും. യഹോവയായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ഏത് വിധത്തിലാണോ ആരാധിച്ചത്, അതേ ആരാധനയാണ് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങളിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്ക് ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. നോക്കുക, എബ്രായ ലേഖനം 1-2 നമ്മൾ വായിക്കുന്നു, യേശു മുഖാന്തരം, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവായ ദൈവമാണ് എന്ന് ഈ വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കുക, മൂന്നാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, പിതാവായ ദൈവം എന്ന് പറയുന്നു. ഏറ്റവും വലിയ സാക്ഷ്യം നൽകേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നു. നോക്കുക, ദൈവം പറയാണ്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അവിടെ പുത്രനോട് പറയാണ്, ദൈവമേ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളതാകുന്നു. അപ്പൊ പിതാവായ ദൈവം പുത്രനെ വിളിക്കുകയാണ്, തിയോസ്, ദൈവമേ.
വീണ്ടും അതിന്റെ 10-ാം വാക്യത്തിൽ അതൊന്നും കൂടി എടുത്തു പറയുകയാണ്. മറ്റൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ക്യൂരിയോസ്. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ഇനി ഒരു സാക്ഷ്യം ആവശ്യമില്ലാതെ വണ്ണം യേശു ആരാണെന്ന് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം ബൈബിൾ പറയുന്നു. എബ്രായ ലേഖനം 1:8-10 പുത്രനെ ദൈവമെന്നും കർത്താവെന്നും പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. നോക്കുക, ഇദ്ദേഹം ഉദ്ധരിച്ചതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ഏക കർത്താവാകുന്നു എന്ന് പറഞ്ഞ ആ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആ കർത്താവ് ഏകദൈവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് അതിന്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 24-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തെയും ദൈവശക്തിയെയും കുറിച്ച് ശക്തിയെ കുറിച്ച് അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പറയാനായിട്ട് ഇടയായിട്ടുള്ളൂ. തെറ്റിപ്പോകുന്നു. അത് പറഞ്ഞ അനന്തരമാണ് ഈ വിഷയം വരുന്നത്. അതുകൊണ്ട് തീർന്നില്ല, അത് മുഴുവൻ വായിക്കണം. 28 മുതൽ 37 വരെ വായിക്കണം. അവിടെ ഏക കർത്താവ് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് അതിന്റെ താഴെയുള്ള ഭാഗത്ത് യേശു ആ കാര്യം ഞാനാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അവിടെ യേശു ശാസ്ത്രിമാരോട് പറയുകയാണ്, പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്, ദാവീദ് എന്നെ എന്തെന്നാണ് വിളിച്ചത്? ദാവീദ് എന്നെ ആത്മാവിൽ കർത്താവ് എന്നാണ് വിളിച്ചത്. അപ്പൊ നോക്കുക, ഏക കർത്താവാണെന്ന് ആ ശാസ്ത്രീയമായി നടന്ന സംഭാഷണത്തിലൂടെ വ്യക്തമാക്കിയിട്ട് വീണ്ടും അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നോക്കുക, ദാവീദിന്റെ പുത്രനാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ അത് പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറയുന്നത് തെറ്റാണ്. മറിച്ച് ഞാൻ തന്നെയാണ് ആ കർത്താവ് എന്നാണ് യേശു ക്രിസ്തു അവിടെ സ്ഥാപിക്കുന്നത്. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശു എന്ത് പറഞ്ഞു. നോക്കുക, യേശു പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഹോവയുള്ള എന്ന നാമം ശ്രദ്ധിക്കുക. അപ്പൊ ദൈവം എന്നുള്ള നാമം നമ്മൾ കണ്ടു, കർത്താവ് എന്നുള്ള നാമം കണ്ടു. ഇനി യഹോവ എന്നുള്ള നാമം എങ്ങനെയാണ് യേശുവിന് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, യേശുവിന് പേരിട്ട സന്ദർഭത്തിൽ ഇവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. സമയം ആയതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് വലിയ നാമം വാഴ്ത്തപ്പെടുന്നു. ഇരുവിഭാഗത്തിന്റെയും വിഷയാവതരണം വളരെ ഭംഗിയായി ഇവിടെ സമാപിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെയുള്ള ധാരണപ്രകാരം ആദ്യം വിഷയം അവതരിപ്പിച്ച മുസ്ലിം പക്ഷത്തോട് ക്രൈസ്തവ പക്ഷത്തിന്റെ ചോദ്യവേള ആരംഭിക്കുകയാണ്. ക്രൈസ്തവ പക്ഷം ചോദ്യവും മുസ്ലിം പക്ഷം മറുപടിയുമാണ് ആദ്യത്തെ ഈ സെഷനിൽ നടക്കുന്നത്. ചോദ്യം ആരംഭിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ പക്ഷത്തെ പ്രതിനിധികളെ ക്ഷണിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത്. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പ്രധാനമായും യേശുക്രിസ്തുവിന്റെ എന്ത് കാരണം കൊണ്ട്, അതായത് ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം സ്നേഹിതര് അള്ളാഹുവിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്? ഈ കാരണങ്ങൾ പൊതുവിൽ ദൈവത്തിന് ചേരുന്ന ഒരു കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ ഒന്ന് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, രണ്ട് വിഭാഗത്തിൻ്റെയും അരമണിക്കൂർ വീതമുള്ള വിഷയാവതരണമാണ് നാം ഇതുവരെ ശ്രമിച്ചത്. അതിനുശേഷം നമ്മുടെ ഒരു ഫാദർ ബഹുമാനപ്പെട്ട അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചത്. ഒരു നിസ്സാര ചോദ്യമല്ല. അതായത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ഏകദൈവമായി വിശ്വസിക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്? ചോദ്യം വളരെ പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യം. പക്ഷെ ഒരു ചെറിയ ഒരു പാർട്ട് ആ ചോദ്യത്തിലുണ്ട്. അഥവാ ഈ വന്ന സാറ് നമ്മുടെ ഈ വിഷയം വായിച്ചിട്ടല്ല വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഈ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും വിഷയം
ഉന്നയിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ക്രൈസ്തവ പക്ഷം പറയുന്നതാണ്. ബൈബിൾ പ്രകാരം യേശുക്രിസ്തു ദൈവമാണ്. ഇതാണ് ആര് പറയുന്നത്? അവർ പറയുന്നത്. മുസ്ലിം പക്ഷം പറയുന്നത് ദൈവമല്ല. ഈ വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു എന്തുകൊണ്ട് ദൈവമാണെന്ന് അംഗീകരിക്കുന്നു, മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഇന്നത്തെ ചർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് യേശുക്രിസ്തു ദൈവമാണോ അല്ലേ എന്നുള്ളത് മാത്രമാണ്. അത് അദ്ദേഹത്തോട് നമ്മൾ ജോൺസൺ സാർ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു അബദ്ധകരമായ ചോദ്യം അദ്ദേഹം ഇവിടെ ആ സമയം വെച്ചാക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നില്ല. ഇനി അദ്ദേഹത്തിലേക്ക് ഈ നഷ്ടപ്പെട്ട 2 മിനിറ്റ് ഞങ്ങൾ വീണ്ടും കൊടുക്കുന്നതല്ല. ഇനി അടുത്ത 2 മിനിറ്റിൽ അദ്ദേഹത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ചോദിച്ചു, രണ്ടാമത് ഞാൻ എടുത്തു പറഞ്ഞു, ദൈവത്തിന് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുന്നത്, ആരാധിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വിഷയം. അത് ഞാൻ മുസ്ലിം സ്നേഹിതര് അള്ളാഹുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നതായതുകൊണ്ട് ആ നിലയിൽ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ച് ചോദിച്ചെന്ന് മാത്രം. നമ്മൾ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം, ഒരു ദൈവത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യത എന്ത്, എന്ത് കാരണം കൊണ്ട് നമ്മൾ ദൈവമായിട്ട് ഒരു ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതിനുള്ള യോഗ്യത, ദൈവത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പൊ ആ നിലയിൽ ഒരു ദൈവത്തിനുണ്ടായിരിക്കേണ്ട യോഗ്യതയെ സംബന്ധിച്ചൊരു വിശദീകരണമാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്മാരെ, അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു ദൈവത്തിന് എന്തെല്ലാം യോഗ്യതകൾ വേണം, എന്തെല്ലാം യോഗ്യതകൾ വേണ്ട എന്നതല്ല. മറിച്ച് ഇന്നത്തെ ചർച്ച യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ. ഇത് നമ്മൾ ജോൺസൺ സാർ മുഖേന ഞാനും കൂടെ ഇരുന്ന് എഴുതിയ വ്യവസ്ഥയാണിത്. ഇത് ജോൺസൺ സാർ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ് എൻ്റെ സംശയം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺസൺ സാർ പറയണം. ഇതാണ് എഴുത്തിന് പ്രതി ഉണ്ടല്ലോ, ഈ കയ്യിലിരിക്കുന്ന പ്രതിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചർച്ച യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ എന്നുള്ളതാണ്. മുസ്ലിം പക്ഷം പറയുന്നു അദ്ദേഹം ദൈവമല്ല, പ്രവാചകനാണ്. ക്രൈസ്തവർ പറയുന്നു അദ്ദേഹം ദൈവമാണ്. ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇത് സംബന്ധമായിട്ട് എത്ര ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആളെ വിഷയാവതരണം കേട്ടപ്പോൾ വിചാരിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയമായിട്ടാണ് ഉണ്ടാവുന്ന മനസ്സിലാക്കിയത്. പക്ഷേ ഈ ദൈവത്തിനുണ്ടാവേണ്ട യോഗ്യത എന്തൊക്കെ, പ്രവാചകനുണ്ടാവേണ്ട യോഗ്യത എന്തൊക്കെയാണ്, മറ്റ് മനുഷ്യർക്കുണ്ടാവേണ്ട യോഗ്യത എന്തൊക്കെ, അതൊക്കെ ചർച്ച ചെയ്താൽ തീരാത്ത ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനൊരു ദിവസം വെച്ചിട്ട് ഇവിടെ തന്നെ വ്യവസ്ഥ എഴുതിയിട്ട് ഒരു ചർച്ച ചെയ്യാൻ നമുക്ക് നാളെയോ മറ്റന്നാളോ ദൈവത്തിന് എന്തൊക്കെ യോഗ്യത വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ളത്. മറിച്ച് യേശുക്രിസ്തു ദൈവമാണോ അല്ലയോ, ഇത് നമുക്ക് എന്താ ഇവിടെ ചർച്ച ചെയ്തൂടെ. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫാദർമാര് അതിന് തയ്യാറാവണം. മറിച്ച് അതും നമ്മുടെ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ചർച്ച ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞങ്ങൾ എഴുതി വന്നത് അതുകൊണ്ടാണ്. വിഷയത്തിന് അപ്പുറത്തൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കൂല, നിങ്ങൾ ചോദിക്കണ്ടേ. ഈ വിഷയം പറയുമ്പോൾ ഞങ്ങൾ ഇതിലേക്ക് യേശുക്രിസ്തുവിന് പ്രവാചകൻ എന്തൊക്കെ യോഗ്യത വേണം ഞങ്ങൾ ചോദിക്കുന്നില്ല. നമുക്ക് പറയാം യേശുക്രിസ്തു ദൈവമാണോ അല്ലേ, അതിന് എന്തൊക്കെ യോഗ്യതകളുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പറയാം. യേശുക്രിസ്തു നിങ്ങൾ പറഞ്ഞു, പക്ഷേ മറ്റു ഒരാൾ ദൈവമാകണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ, ഇത് നമ്മുടെ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സാറ് ആദ്യമായി ഇത് യേശുക്രിസ്തു ദൈവമാണോ അല്ലേ അത് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ 2 അവസരം നഷ്ടപ്പെട്ടു, ഇനിയും അവസരമുണ്ട് അതിൽ ചോദിക്കാൻ നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ക്രൈസ്തവ വശം ഈ വിഷയത്തിലേക്ക് മുടങ്ങി നമ്മുടെ വ്യവസ്ഥയൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത സംശയം ഉന്നയിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ചോദ്യത്തോട് ബന്ധത്തിൽ പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എടുക്കുന്ന വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, അതുപോലെ തന്നെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അറിയേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ. കാരണം കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, യേശുക്രിസ്തുവിന്റെ ദൈവീകത ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുസ്ലിം സഹോദരന്മാർ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും എതിർവാദങ്ങളോ അതേസമയം തന്നെ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ പറഞ്ഞത് അത് വേണ്ടെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു.
യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ദൈവമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യേശുവിന്റെ ദൈവത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ച പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ യോഗ്യത എന്താണ് എന്ന് അദ്ദേഹം തന്നെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ യോഗ്യത സംബന്ധിച്ചൊരു സൂചന അദ്ദേഹം സംസാരിച്ചു പോയിട്ടുണ്ട്. ആ സൂചനയ്ക്ക് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചർച്ച പുരോഗമിച്ച് മുന്നോട്ട് പോകും. ദൈവത്തിന് വേണ്ട യോഗ്യതയുണ്ട്. അത് തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അത് ദൈവത്തെക്കുറിച്ച് പ്രിയ സജീവ് സംസാരിച്ചപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ഒരു ഡെഫിനിഷനും അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ വിഷയം ഒന്നുകൂടി ആ ഇത് വായിക്കുക. മുസ്ലിം ഭാഷ ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവമല്ല. അതാണ് മുസ്ലിം വർഷത്തിലെ ഭാഗം. ക്രൈസ്തവ വർഷം വാദിക്കുന്നത് ബൈബിൾ പ്രകാരം യേശു ക്രിസ്തു ദൈവമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായതും അതുപോലെ ഈ ക്രൈസ്തവരെ സംസാരിച്ചു. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. ഇദ്ദേഹം സജീവ് ബുഖാരി ഇദ്ദേഹം പഠിക്കണം, അദ്ദേഹം സംസാരിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ മാത്രമേ സംസാരിച്ചു. യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ, ഇതാണ് നമ്മുടെ വിഷയത്തിലെ ചർച്ച. ഈ വിഷയത്തിൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ദൈവം ആണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാലും വിഷയമില്ല. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിന്റെ ക്വാളിഫിക്കേഷൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ എഴുതിയതായ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നല്ലാതെ ഇദ്ദേഹം ഓരോരുത്തർ ആളുകൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പ്രവചനങ്ങൾ ആശയെ കുറിച്ച് പറഞ്ഞു, ഈക്കനായരെ കുറിച്ച് പറഞ്ഞു. നായനാട് വന്നപ്പോൾ പറഞ്ഞു വന്നില്ല, പടച്ചോ നായനാട് പറഞ്ഞു വരണം. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നാൽ ഇപ്പോൾ ആന്റണിയുടെ പ്രചോദനീയായ സമയത്ത് വന്നപ്പോ ആന്റണിയെ കുറിച്ച് മറ്റുള്ളവരെല്ലാവരും കൂടി പടച്ചവനാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാലോ ഞങ്ങൾ ചോദിക്കുന്നു. ഈ യേശു ക്രിസ്തു പറഞ്ഞു വന്നു, പ്രവാചകനാ ഒരു പറഞ്ഞു വന്നാവാം എങ്കിൽ ദൈവമാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞാണോ ഉള്ളത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വന്നു ആവാം, അല്ലെങ്കിൽ പറയാമോ ദൈവമാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണോ യേശു ക്രിസ്തു വന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയപരവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുമാണ് ചോദിക്കാം. അല്ലാതെ മുസ്ലിമീങ്ങൾ അവർ ആരാധിക്കുന്ന ദൈവത്തിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ആരാധിക്കുന്നത്, അവർ അള്ളാഹുവിനെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നത്? ആദ്യം തന്നെ ഒന്നാമത്തെ ചോദ്യം കൊണ്ടേ ചോദിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് അത് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ദൈവമാണെന്ന് പറയാനുള്ള തെളിവുകൾ കണ്ടമാനം ബൈബിളുണ്ട് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു തെളിവ് ഉദ്ധരിച്ചിട്ട് ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ദൈവമാണ് ഇതാണ് പറയേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ അറ്റമുട്ട് ഓരോന്നിനും മറുപടിയായിട്ട് യേശു ക്രിസ്തു ദൈവമല്ല പ്രവാചകനാണ് എന്ന് ബൈബിളിൽ നിന്ന് തന്നെ ഉദ്ദേശിച്ച് നമ്മൾ സംസാരിക്കും. നിങ്ങൾ അതുകൊണ്ട് ദൈവത്തിൽ തങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നത് ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിവിടെ സംസാരിച്ചു വന്നപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻ എന്റെ കൂട്ടത്തിൽ നിന്നും പറഞ്ഞു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ഡെഫിനേഷന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിലാണ് പ്രിയ സാധക്കാരി ചോദിച്ചത്. ബുഖാരി അതിന് തൻ്റെതായിരിക്കുന്ന
ഒരു മറുപടി നൽകുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇരുപക്ഷത്തിന്റെയും വാദം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമല്ല. ദൈവം ആര് എന്ന ചർച്ചയല്ല, അല്ലെങ്കിൽ ദൈവം ആരാവണം, അല്ലെങ്കിൽ ദൈവത്തിന് എന്തൊക്കെ വേണം. പിന്നെ വിഷയാവതരണം, 2 വിഷയാവതരണം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ദൈവത്തിന്റെ ഡെഫിനിഷൻ വന്നിട്ടുണ്ടാവാം, വന്നിട്ടില്ലാതിരിക്കാം. അത് ഈ വിഷയത്തിന് നമുക്ക് ഉപോത്ബലകമായി സമർപ്പിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താം എന്നതൊഴിച്ചാൽ ചോദ്യത്തിന്റെ മർമ്മം വിഷയ സംബന്ധമായി ആവുമ്പോഴാണല്ലോ നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം അദ്ദേഹം ചോദിച്ചത് തന്നെ ദൈവത്തിന്റെ നിർവചനമാണ്. ദൈവത്തിന്റെ നിർവചനം അത് തീർത്തും മറ്റൊരു വിഷയമാണല്ലോ. സ്വാഭാവിക നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവികതയാണ് നമ്മുടെ ചർച്ച. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയ സംബന്ധമായി തന്നെ ചോദ്യങ്ങളും അതിന് മറുപടിയും ഉണ്ടാവണമെന്ന് നമ്മുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ 4ാം അവസരത്തിന് വേണ്ടി ക്ഷണിച്ചു. സൂറ 19:18 കാല ഇന്നമ അന്ന റസൂല എന്ന് പറഞ്ഞിട്ട് ഗുലാമൻ തർക്കിയ എന്ന വാക്ക് പരിശുദ്ധനായിട്ടാണ് ജനിക്കുന്നത് എന്ന് ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത്തത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാകാം 7-ാം അധ്യായത്തിലെ 14 യേശുക്രിസ്തു ഒരു കന്യക ജനനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു. എന്നാൽ 9 വീണ്ടും പറയുന്നത് നമുക്ക് ശിശു ജനിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു, മകൻ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. പഴയ നിയമ പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായ യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകന് ദൈവ ആത്മാവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് യേശു നിത്യപിതാവാണെന്നും വീരനാം ദൈവമാണെന്നും വ്യക്തമാണ്. അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് യേശു പരിശുദ്ധനാണ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടാണ്. ഞാൻ നേരത്തെ ബഹുമാന്യനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ദൈവമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദൈവികതയ്ക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ ആധാരമാക്കി എന്റെ വാദത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിവിടെ വിഷയത്തിന്റെ പുറത്തായ നിലക്കാണ് ചോദ്യങ്ങൾ വന്നത്. അതിന്റെ മറുപടി കഴിഞ്ഞു ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാന്യനായ സഹോദരൻ അലി മുഹമ്മദ് അദ്ദേഹം ബഹുമാന്യനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സഖീ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. നമ്മൾ ബൈബിൾ ആധാരമാക്കിയാണ് ചർച്ച. വിശുദ്ധ ഖുർആനിൽ സഖീ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഫമന മുഖറബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മറിയം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. അപ്പുറത്ത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ വിശുദ്ധൻ എന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പറഞ്ഞത് മുസക്കി, സ്വന്തം വിശുദ്ധി ഉണ്ടെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് വിശുദ്ധി കൊടുക്കാൻ കൂടി കഴിവുള്ളതെന്നാണ്. ആ വിഷയം നമുക്ക് മറ്റൊരു ദിവസം എഴുതി മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. പക്ഷേ എന്റെ വിഷയ സംബന്ധമായി പ്രസക്തമായ ഒരു ചോദ്യം യെശയ്യാ പുസ്തകത്തിലെ 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ യേശു ക്രിസ്തുവിനെ പരാമർശിക്കുന്നു എന്ന് അവകാശപ്പെടാറുള്ള ഒരു വാക്യത്തിൽ വീരനാം ദൈവം എന്ന് മലയാളം ബൈബിളുകളിൽ പരിഭാഷപ്പെടുത്തി കാണുന്ന ഒരു പദമുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അലി മുഹമ്മദ് ഉദ്ദേശിക്കുന്ന ഈ വാസ്തവ വിരുദ്ധമാണ്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഫ്രാൻസിസ് ബ്രൗൺ എന്ന് പറയുന്ന പ്രശസ്തനായ ഹീബ്രു ഭാഷാ പണ്ഡിതന്റെ ഡിക്ഷണറിയെ ആധാരമാക്കി ബൈബിളിൽ നിന്ന് യെശയ്യാവിന്റെ 9-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനത്തിലെ ഏനി ഗബ്ബോർ എന്ന പദം തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് വീരനാം ദൈവം എന്ന മലയാളം ബൈബിളിൽ പരിഭാഷപ്പെടുത്തി കാണുന്ന പദം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അതിന് അർത്ഥം കൊടുത്തു കാണുന്നത് മൈറ്റി ഹീറോ എന്നാണ്, നോട്ട് മൈറ്റി ഗോഡ്
We can see in English Bible, it is mentioned mighty God. പക്ഷേ ഭാഷാ പണ്ഡിതന്മാർ അത് അർത്ഥം കൊടുത്തത് മൈറ്റി ഹീറോ എന്നാണ്. പക്ഷേ ഒരു ഏൽ എന്ന പദത്തിന് ദൈവത്തിനും അല്ലാതെയുമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ പദത്തിന് ശക്തൻ എന്നും ഹീറോ എന്നും ഒക്കെ അർത്ഥമുണ്ട്. പക്ഷേ ഈ പദം ഏൽ ഗിബ്ബോർ എന്ന് ചേർന്ന് വരുമ്പോൾ വരുന്ന അർത്ഥം മൈറ്റി ഹീറോ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ഫോട്ടോകോപ്പിയാണ് ബൈബിളിൽ മറ്റൊരിടത്ത് വന്നപ്പോഴും. ഈ പദപ്രയോഗം ശ്രദ്ധിക്കുക. മൈറ്റി ഗോഡ് എൽ ഗബോർ എന്നാണ്. ദൈവം, ഗബോർ മൈറ്റി. അദ്ദേഹം പറഞ്ഞ ഡിക്ഷണറി PDB ഡിക്ഷണറി ഒന്ന് പരിശോധിക്കുക. PDB കൃത്യമായിട്ട് അവിടെ വേർതിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രദ്ധിച്ചാണല്ല. ആസ് എബവ് മനുഷ്യരെ സംബന്ധിച്ചും അത് പറഞ്ഞിട്ടുണ്ട്. ഹീറോ മനുഷ്യരെ സംബന്ധിച്ച് ഹീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൽ ഗബോർ, അപ്പൊ മൈറ്റി എന്നുള്ള വാക്കാണ് ഹീറോ എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ ഗബോർ. ഏൽ എന്നുള്ളത് ദൈവമാണ്. അപ്പൊ ഇവിടെ വീരനാം ദൈവം എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഡിക്ഷണറികൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. അതിനിടയിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ആസ് എബവ് എന്ന് രേഖപ്പെടുത്തിയിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല യെശയ്യാവ് 10:21 വീരനാം ദൈവം എന്ന് യഹോവയെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ കാര്യം മാത്രം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഏൽ ഗബോർ എന്ന പദം അദ്ദേഹം പറഞ്ഞ PDB ഡിക്ഷണറിയുടെ പ്രസ്തുത പേജിന്റെ ഫോട്ടോകോപ്പിയാണിത്. ഇതിൽ മൈറ്റി ഹീറോ എന്ന് പറഞ്ഞ ഇതേ പദം ബൈബിളിൽ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? നമുക്ക് പരിശോധിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 32-ാം അധ്യായം 21-ാം വചനത്തിൽ ഇതിന്റെ പ്ലൂറൽ ഫോം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏൽ ഗിബ്ബോദീം എന്നാണ്, മൈറ്റി ഹീറോസ് എന്നാണ്. ഇതിന് മലയാളം ബൈബിളിൽ